നീ ഒരു MLA അല്ലേ? നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? അമ്പലത്തിൽ പുഷ്പാഞ്ജലി ശത്രു സംഹാരവും ചെയ്യുന്നു പറഞ്ഞ് കയ്യും കെട്ടിയിരുന്ന പോരാ. നന്ദൻ എന്ത് പറ്റിയാട്ടത്? ഒളിവിലാണോ? ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ? അപായപ്പെടുത്തിയോ? ഒന്നും അറിയില്ല. അയ്യോ മാഡം, രാഷ്ട്രീയക്കാരെ അധികം വിശ്വസിക്കണ്ട. അവർക്ക് കാര്യങ്ങൾ ഓടിപ്പോണം. അന്ന് ആര് കാശ് കൊടുക്കുന്നോ അവരാണ് നല്ല. ഇപ്പം മാഡത്തെ കൊണ്ട് പാർട്ടിക്ക് വലിയ ഉപയോഗമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. ആ പ്രതീക്ഷയും പോയി. ഇനി ഋഷിക്ക് വേണ്ടി ഏത് വാതിലും മുട്ടാനാ? പ്രഭ കാര്യം പറയൂ. എന്തിനാ എന്നോട് അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞത്? എന്തിനായിരിക്കുമെന്ന് ഹരിയേട്ടൻ അറിയാൻ വയ്യേ? ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ കാരണം ഹരിയേട്ടനാ. അരുന്ധതിയുടെ വീട്ടിൽ പോവുകയും അന്വേഷണത്തെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ട് പുതിയ പുതിയ തിയറികൾ കൊണ്ടുവന്നതും. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ പ്രഭയ്ക്ക്? ഉണ്ട്, എല്ലാം തെറ്റായിപ്പോയി. പോലീസിൽ ഹാജരാക്കാന്ന് പറഞ്ഞ് എന്നെ പോലും മറച്ചു വെച്ച് എന്റെ മോനെ എസ്തപ്പാന്റെ വീട്ടിലേക്ക് മാറ്റി. ഇപ്പൊ എന്തായി? അവനെ വലിയൊരു ആപത്തിലേക്ക് പറഞ്ഞു വിട്ടത് നിങ്ങൾ 3 പേരും കൂടിയാ. ഹരിയേട്ടന് കൂടുതൽ ഉത്തരവാദിത്വം. ഹരിയേട്ടനാണല്ലോ കാര്യങ്ങളൊക്കെ മുമ്പിൽ നിന്ന് നിയന്ത്രിച്ചത്. ഇപ്പൊ നന്ദനെ കാണാതായതിനു ശേഷം ഹരിയേട്ടനൊട്ട് ഇങ്ങോട്ട് വന്നതുമില്ല. ഏയ് പ്രഭ, എന്താ ഇത്? ഹരിയേട്ടൻ വന്നതല്ലേ ഉള്ളൂ. സമാധാനമായിട്ടൊന്ന് ഇരുന്നോട്ടെ. വീട്ടിൽ വന്ന ആളിന് കൊടുക്കേണ്ട സാമാന്യ മര്യാദയെങ്കിലും ഒന്ന് കാണിക്ക്. ഒരു മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന അമ്മയോട് കാണിക്കേണ്ട മര്യാദകള് നിങ്ങളൊക്കെ എന്നോട് കാണിക്കുന്നുണ്ടോ? നന്ദനെ കുറിച്ച് എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടുന്നത് ഒരേ ഉത്തരം. അന്വേഷണം നടക്കുന്നു, ഒക്കെ ശരിയാവും, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവൻ വരും. സിദ്ധുവും ദേവികയും ഒക്കെ നന്ദൻ എന്നൊരാൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നെന്ന് പോലും ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഹരിയേട്ടനോട് എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാ ഹരിയേട്ടനെ ഇങ്ങോട്ട് കാണുന്നുമില്ല. ഹരിയേട്ടൻ പറ, നന്ദൻ എവിടെയാ? അവന്റെ അവസ്ഥ എങ്ങനെയാ? പ്രഭേ, ഒരമ്മയുടെ വേദനയ്ക്ക് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഹരിയേട്ടാ, എനിക്ക് സാഹിത്യം ഒന്നും കേൾക്കണ്ട. വ്യക്തമായ ഉത്തരം വേണം. ഒഴിഞ്ഞു മാറാൻ ഞാൻ സമ്മതിക്കില്ല. നന്ദനെ സംബന്ധിച്ച കാര്യങ്ങൾ ഒരു നേതാവിനെ പോലെ മുമ്പിൽ നിന്ന് നിയന്ത്രിച്ചത് ഹരിയേട്ടനല്ലേ? അതുകൊണ്ട് ഹരിയേട്ടൻ തന്നെ ഉത്തരവും പറയണം. നന്ദൻ എവിടെയാ? എനിക്കറിയില്ല. എന്നുവെച്ചാ അവൻ എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞൂടാന്നാണോ? അതെ, അതൊക്കെ ഞാൻ എന്തിനാ അറിയുന്നേ? അവന്റെ ജീവനും ആപത്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നാണോ? അതെ, ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ മുഖത്ത് നോക്കി ഈ രീതിയിൽ സംസാരിക്കാൻ ഹരിയേട്ടന് എങ്ങനെ ധൈര്യം വന്നു? എന്നെ കളിയാക്കാണോ അതോ അവഹേളിക്കാണോ? കളിയാക്കിയതുമല്ല, അവഹേളിച്ചതുമല്ല. ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. പ്രഭയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയും ഒരു ധൈര്യം തരാൻ വേണ്ടിയും സിദ്ധുവും ദേവിയും ഒക്കെ എല്ലാം ശരിയാവും, നന്ദൻ മടങ്ങി വരും എന്നൊക്കെ പറയുന്നത് പ്രഭയെ ഒരു ആരോപണമാക്കി മാറ്റുകയാണ്. അപ്പോ പിന്നെ നന്ദൻ കുഴപ്പത്തിലാണെന്നും കാര്യങ്ങൾ പ്രശ്നത്തിലാണെന്നും പറയാം. അപ്പൊ തീർന്നല്ലോ. ഞാൻ മുന്നിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചത് നേതാവ് കളിക്കാൻ വേണ്ടിയൊന്നും ആയിരുന്നില്ല. ഈ വീട് എന്റേതും കൂടിയാണെന്നുള്ള തോന്നലുണ്ടായിരുന്നതുകൊണ്ടാ.
പ്രഭേ, എനിക്ക് എന്റെ കാര്യം നോക്കി വീട്ടിൽ നിന്നാ മതിയായിരുന്നല്ലോ. ഇടയ്ക്ക് നന്ദന്റെ കാര്യം എന്തായി, കഷ്ടമാണല്ലോ എന്നൊക്കെ ഔപചാരികമായി നിങ്ങളോട് ചോദിച്ച് നിങ്ങളുടെ വിഷമത്തിൽ പങ്കുകൊണ്ട് ഒരു മര്യാദരാമനായി എനിക്ക് എന്റെ വീട്ടിൽ നിന്നാ പോരായിരുന്നോ? ഈ ബഹളത്തിനിടയിലേക്ക് ഞാൻ വന്നത് നന്ദനും സിദ്ധുവും പ്രഭയും ഒക്കെ എന്റെ ആൾക്കാരാണെന്ന് ഞാൻ കരുതുന്നതുകൊണ്ടാ. ഇനി പ്രഭ എത്രയൊക്കെ ശകാരിച്ചാലും കുറ്റപ്പെടുത്തിയാലും ഞാൻ നന്ദന്റെ കാര്യത്തിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല. അങ്കിൾ, അമ്മ സങ്കടം കൊണ്ട് പറഞ്ഞതാ. അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ പ്രഭയ്ക്ക് മാത്രമേ സങ്കടമുള്ളൂ എന്ന് വിചാരിക്കുന്നത് തെറ്റല്ലേ? ദേവിക്കും സിദ്ധുവിനും സങ്കടമൊന്നുമില്ലേ? പുറത്ത് കാണിക്കുന്ന സങ്കടങ്ങൾ മാത്രമേ നേരുള്ളൂ എന്ന് ആരും വിചാരിക്കരുത്. മനസ്സുകൊണ്ട് കരഞ്ഞു തീർക്കുകയല്ലേ നീ സിദ്ധുവൊക്കെ. ഇതൊക്കെ ഞങ്ങളും പ്രഭയോട് പറയാറുണ്ട് കരിയേട്ടാ, മനസ്സിലാക്കണ്ടേ? കുറ്റം പറച്ചിലൊക്കെ ഇനി ആവർത്തിക്കും. പ്രഭേ, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്ന് കരുതരുത്. കേരളത്തിലെ വലിയൊരു രാഷ്ട്രീയ നേതാവല്ലേ ഈ സിദ്ധാർത്ഥൻ? ദേവിക MLA അല്ലേ? ഇവര് വിചാരിച്ചിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയോ? അതെന്താ, ഇവരുടെ കഴിവുകേടാണോ? ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. ദൈവങ്ങൾ പോലും തോറ്റുപോയ സന്ദർഭങ്ങളില്ലേ? അർജുനന്റെ ആയുധങ്ങൾ ഫലിക്കാതെ പോയ എത്രയോ സന്ദർഭങ്ങൾ പുരാണങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. സിദ്ധുവും ദേവികയും ഞാനും ഒന്നും അമാനുഷികരല്ല. പ്രഭയെ പോലെ തന്നെ സാധാരണ മനുഷ്യജീവികളാണ്. സോറി ഹരിയേട്ട. ചില സമയത്ത് മനസ്സിന്റെ നിയന്ത്രണം ആകെ അങ്ങ് കൈവിട്ടു പോവാ. നന്ദന്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണോന്ന് ഹരിയേട്ടൻ പറയുന്നത്? പ്രഭേ, നമ്മൾ ഇനി നിയമപരമായി നീങ്ങണം. ശാന്തമായി എല്ലാം സുഗമമായി അവസാനിക്കുമെന്ന് വിശ്വസിച്ച് സമാധാനമായിട്ടിരിക്കണം. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ രാഷ്ട്രീയപരമായ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണം ഊർജിതമാക്കണം. ഞാൻ എൻ്റെ വഴി കൂടി ചില അന്വേഷണം നടത്തും. പിന്നെ സിദ്ധു ഒന്നുകൂടി മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കണം. രാധാകൃഷ്ണൻ മിനിസ്റ്ററെ കണ്ടിട്ടേ CM-ന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ കാണണം. ഈഗോയൊന്നും ഇക്കാര്യത്തിൽ വേണ്ട. കരഞ്ഞോ കാല് പിടിച്ചോ കാര്യം സാധിക്കണം. ആവശ്യക്കാർ നമ്മളല്ലേ? നമുക്ക് മിനിസ്റ്റർ ഒന്നുകൂടി കാണാച്ചാ. അപ്പച്ചി, ഞാനിറങ്ങ. ഞാൻ വന്നത് നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായില്ലേ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിവസം ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ ഒരു സെക്കൻഡ് പോലും ആലോചിക്കേണ്ടി വരില്ല.
ഇന്നാണ് എൻ്റെ ജീവിതത്തിലെ മനോഹരമായ ദിവസം. എന്നാ പൂർണ്ണമായ സന്തോഷത്തോടെയാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല താനും. നന്ദനെ കാണാതെ എല്ലാവരും അതിൻ്റെ ഒരു വിഷമത്തിലാണെന്ന് എനിക്കറിയാം. എല്ലാം ശരിയാവും ഏട്ടത്തെ. ഞാൻ നേരത്തെ പറഞ്ഞത് സത്യ. നന്ദനെ കൂടി കണ്ട് മാപ്പ് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഏട്ടത്തി വിഷമിക്കാതെ. നന്ദനെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നല്ല മനസ്സുള്ളവരെ ഈശ്വരൻ വിഷമിപ്പിക്കത്തില്ല. പരോള് കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോകണം. അല്ലെങ്കിൽ നന്ദനെ തിരക്ക് ഞാനും കൂടെ നിൽക്കുമായിരുന്നു. ഏയ് അതൊന്നും വേണ്ട, അതിനൊക്കെ ഇവിടെ സംവിധാനങ്ങളുണ്ട്. പ്രകാശ് അല്ല മീരെ കൊന്നെന്ന് പറഞ്ഞത് സത്യമാണോ? ഏട്ടത്തി, ഞാൻ ശിക്ഷ അനുഭവിക്കുന്ന ആളാ. അതുകൊണ്ട് തന്നെ ഒരു കള്ളത്തരം പറഞ്ഞെന്ന് വെച്ചിട്ട് എനിക്ക് ശിക്ഷ ഇളവൊന്നും കിട്ടാൻ പോകുന്നില്ല. ഏട്ടത്തി, ഞാനെന്താ എന്നെ തൊട്ട് സത്യം ചെയ്യാ. മീരയുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പിന്നെ ആരാ അത് ചെയ്തത്? അതൊന്ന് വ്യക്തമായി പറ. രജനി, ഇവൻ പറയുന്നൊന്നും അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ നിൽക്കണ്ട. ഇനി എന്തായാലും ഞാനായിട്ടൊന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല ഗിരിയേട്ട. ഏട്ടനെല്ലാം താനേ വിശ്വസിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഈ ഏട്ടൻ ഒരു നിമിഷത്തേക്കെങ്കിലും പശ്ചാത്തപിക്കും. എനിക്കത് മതി. ഏട്ടത്തി, വൈകാതെ ഏട്ടത്തി ഒരു അമ്മയാവും, ഗിരിയേട്ടനൊരു അച്ഛനും ആവും, അപ്പച്ചി ഒരു മുത്തശ്ശിയായിട്ടും മാറും. ഈ കുടുംബത്തിൽ പുതിയൊരു തലമുറ ഓടിക്കളിക്കും. ആ കുഞ്ഞിനോട് അറിയാതെ പോലും എന്നെക്കുറിച്ച് പറയരുത്. ഒരു കൊലപാതകയുടെ ബന്ധുവാണ് താനെന്ന് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞറിയാൻ പാടില്ല. അല്ല, ആലോചിക്കുമ്പോൾ ഒരു പ്രതീക്ഷയും തോന്നുന്നു. ചിലപ്പോ മുതിർന്നു കഴിയുമ്പോൾ എന്നെക്കുറിച്ച് അറിഞ്ഞാൽ ആ കുട്ടി കാര്യങ്ങൾ അന്വേഷിക്കും. നടന്ന സംഭവങ്ങളിലേക്ക് ചെന്ന് ഞാൻ നിരപരാധിയാണെന്ന് ആ മകനോ മകളോ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. ഞാനിനി ഓരോന്ന് പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല. അപ്പച്ചി, ഇറങ്ങുക. പോയിട്ട് വരട്ടെ എന്നാണ് പറയേണ്ടത്. പക്ഷേ
ഇനി ഇങ്ങോട്ടൊരു വരവ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് പോട്ടെ. ഞാനൊരു കൊലപാതകി തന്നെയാണെന്നായിരിക്കും ഗിരിയേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ കൈകൊണ്ട് ഗിരിയേട്ടനെ തൊടുന്നത് ഗിരിയേട്ടന് ഇഷ്ടാവണമെന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഗിരിയേട്ടനെ തൊടുക എന്ന് പറയുന്നത് ദൈവത്തെ തൊടുന്ന പോലെ. എന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയും വഴിവിളക്കും ഒക്കെ ആയിരുന്ന ആളല്ലേ. ഏട്ടത്തി സൂക്ഷിക്കണം. ചന്ദ്രോത്ത് തറവാട്ടിലെയും നമ്മുടെ കുടുംബത്തിലെയും പുതുതലമുറയുടെ ആദ്യത്തെ കുഞ്ഞാ ഈ വയറ്റി കിടക്കുന്നത്. ആണായാലും പെണ്ണായാലും അത് പൊന്നും കൂടായിട്ട് വളരണം. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. പ്രകാശ് പറയുന്നതിൽ എന്തൊക്കെ കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതേ ഗിരി, എനിക്കിത് പ്രകാശ് പോയപ്പോ ഒരു വിഷമം പോലെ. 2 ദിവസം നിന്നിട്ട് പോകണമെന്ന് പറയണമായിരുന്നു. ഇങ്ങനെയുള്ളൊരു പാവത്തിന് ഒരാളെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താടോ ഇത്? മുഖ്യമന്ത്രിയെ കാണാനുള്ള റിക്വസ്റ്റാണ്. ഔദാര്യമായിട്ടല്ല, അവകാശമായിട്ടാ ഈ അപേക്ഷ വയ്ക്കുന്നത്. എനിക്കറിയാം, സിദ്ധാർത്ഥൻ അല്പം മുഷിച്ചിട്ടില്ലായിരിക്കും. കഴിഞ്ഞ തവണ നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ കണ്ടുപിരിഞ്ഞത്. ദേവിക, സിദ്ധാർത്ഥൻ എന്റെ സ്ഥാനത്തിരിക്കുമ്പോഴേ അതിന്റെ പ്രഷർ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഞങ്ങളൊന്ന് അത്യാവശ്യം വിഷമിച്ചു, അതുകൊണ്ടാ ഞാൻ ആ രീതിയിൽ പ്രതികരിച്ചത്. എന്തായാലും അത് കഴിഞ്ഞല്ലോ. രാധാകൃഷ്ണൻ ഈ അപേക്ഷ ഒന്ന് പരിഗണിക്കണം. സീമിന്റെ തിരക്ക് ഞങ്ങൾക്കറിയാം സർ. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. ഈ മെന്റൽ ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല. ഇനിയും കാര്യങ്ങൾക്കൊരു തീരുമാനം ആവുന്നില്ലെങ്കിൽ എന്റെ MLA സ്ഥാനം തന്നെ രാജിവെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോവാനാ ഞാൻ ആലോചിക്കുന്നത്.
എന്താ ദേവിക, എന്തൊക്കെയായി പറയുന്നത്? വലിയൊരു തെരഞ്ഞെടുപ്പ് മത്സരം വിജയിച്ച് പാർട്ടിയുടെ അഭിമാനം സംരക്ഷിച്ച ആളാ ദേവിക. ഇത്തരം കൊച്ചു കാര്യങ്ങളിൽ വാടിപ്പോവാൻ പാടില്ല. ഇത് ചെറിയ കാര്യമല്ല സർ, എന്റെ ജീവിതമാ. അത് കൈവിട്ട് പോവാന്ന് വെച്ചാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ ഇനിയും സഹിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ദേവിക. മറ്റെന്തിനേക്കാളും ഇപ്പൊ എനിക്ക് പ്രധാനം നന്ദുവിന്റെ തിരോധാനം തന്നെയാ. സീമിനെ കണ്ടേ പറ്റൂ സർ. നീയും ഇയാളും എത്ര കാലം ഈ ഓഫീസിൽ കയറി ഇറങ്ങിയാലും CM-നെ കാണാൻ സാധിക്കുമെന്ന് കരുതണ്ട. രാധാകൃഷ്ണൻ, അപ്പോ CM-ആയിട്ടുള്ള മീറ്റിംഗ് എപ്പോഴത്തേക്ക് സാധിക്കും? എത്രയും പെട്ടെന്ന് തന്നെ കാണാം. ഇന്ന് അദ്ദേഹത്തിന് എന്തോ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. പറ്റുമെങ്കിൽ നാളെ കാണാൻ വഴിയുണ്ടാക്കാം. CM-നെ കാണാൻ പോകുമ്പോൾ പറ്റുമെങ്കിൽ ഞാൻ കൂടെ വരാം. താങ്ക് യു രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ കൂടി ഉണ്ടെങ്കിൽ അതൊരു സന്തോഷവും. എനിക്കും അതൊരു ആവശ്യമാണ്. ദേവിക ഹാപ്പി ആയിരിക്കണം. അതിരിക്കട്ടെ, നന്ദനെക്കുറിച്ച് വിവരങ്ങൾ വല്ലതും കിട്ടിയോ? ഇല്ല സർ, ഒരറിവുമില്ല. ശോ, എന്തൊരു കഷ്ടമാണത്. ആ DSP കുരുവിള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നേയില്ല. അയാൾക്ക് പല താല്പര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി. അയാളെ നമുക്ക് മാറ്റാം. ദേവിക അന്ന് പറഞ്ഞതുപോലെ SIT ഏൽപ്പിക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. താങ്ക് യു സർ. സാറും കൂടി സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്താ അത് നടക്കും. ഞാൻ ആത്മാർത്ഥമായി തന്നെ കൂടെ നിൽക്കും ദേവിക. എന്നാ പിന്നെ നിശ്ചയുടെ കാര്യങ്ങൾ നടക്കട്ടെ. ആ, CM-ന്റെ സമയം അറിയിക്കല്ലോ രാധാകൃഷ്ണൻ. ഉറപ്പായും. സിദ്ധാർത്ഥൻ, കഴിഞ്ഞതൊക്കെ മറക്കണം.